എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെജിറ്റബിളും എഗ്ഗും ഒക്കെ ചേർത്ത് നല്ലൊരു റെസിപ്പി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 4 മണിക്കോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിൽ നമുക്ക് കൊടുത്തു വിടാം. വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തോളൂ. ഞാനിപ്പം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി പർപ്പിൾ കളറിലെ ക്യാബേജ് എടുത്തിരിക്കുന്നത്. അത് ഏത് ക്യാബേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ക്യാബേജ് വേണമെങ്കിലും ഇതിന് നല്ലതാണ്. ഞാനിപ്പം പർപ്പിൾ കളറാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ് ഇതൊക്കെ നമുക്ക് എന്തുമാത്രം അളവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയാത്തത്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജും ക്യാരറ്റും എന്തുമാത്രം എടുക്കുന്നു അതിനനുസരിച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മുട്ടയാണ്. 2 കോഴിമുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ അളവാണെങ്കിലും കുറച്ച് ക്യാബേജും ക്യാരറ്റും മാത്രമേ ഉള്ളെങ്കിൽ 1 മുട്ട മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം 1 ക്യാരറ്റും പകുതി ക്യാബേജും എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി ക്യാബേജും കൂടാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറിന് പകരം മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ സെയിം അളവ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കുറച്ചളവ് മാത്രമാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം കോൺഫ്ലോറായി ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ അരിപ്പൊടിയെ ചേർത്ത് കൊടുക്കാവൂ. ഞാനിപ്പം ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതോ കറിവേപ്പില ചെറുതായി അരിഞ്ഞതോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം കണ്ടല്ലോ, ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 1-2 സ്പൂൺ മാത്രം ഈ ഒരു മിക്സ് പാനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. നടുക്കൊരു ചെറിയൊരു ഹോളാക്കി നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കണേ. ഈ ഒരു മിക്സ്, ഈ ഒരു ക്യാബേജൊക്കെ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കട്ടി കുറച്ച് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ടുണ്ട് ഈ നടുക്കത്തേക്ക് ഒരു മുട്ടയാണ്, കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാൻ മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതിനോടൊപ്പം തന്നെ വറ്റൽമുളക്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് ഒരു വശം ഒന്ന് തയ്യാറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അടുത്ത വശം വേവിച്ചെടുക്കാം. ഇനി മുട്ടയുടെ വേവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ചിലർക്ക് നന്നായിട്ട് മുട്ട വേവിക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്കധികം മുട്ട വേവാതിരിക്കുന്ന ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയിൽ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട. പിന്നെ സോസൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.